ഇവിടെ ദുരന്തമുണ്ടായപ്പോൾ കുണ്ടക്കൈ തിരുമല പ്രദേശത്തുള്ള ആളുകളെ ഗവൺമെന്റിന്റെ ആൾക്കാർ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പ്രകടിപ്പിച്ച ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എല്ലാം തകർന്നല്ലോ, തകർന്നതൊക്കെയല്ലേ. കുറ്റകരമായ ഒട്ടേറെ ആൾക്കാർ കഷ്ടപ്പെട്ടു പോയല്ലോ. അവശേഷിക്കുന്നവർ പ്രകടിപ്പിച്ച അത്യന്തം വികാരപരമായ ഒരാവശ്യം ഞങ്ങളുടെ സാമൂഹ്യ ജീവിതമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വീണ്ടെടുക്കാനാവണം. ഞങ്ങളുടെ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തണം. ഞങ്ങളുടെ അയൽപക്ക ബന്ധം അത് നിലനിർത്താനാവണം. ഈ ആവശ്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നു. അതിലൂടെയാണ് ഈ ദുരന്തത്തിന്റെ ഭാഗമായി ആനുകൂല്യങ്ങൾ കൊടുത്ത് ഓരോ കുടുംബത്തെയും ആശ്വസിപ്പിച്ച് വിടുക എന്നുള്ളതല്ല, ആ സാമൂഹ്യ ജീവിതം അതേ രൂപത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃകാപരമായ ടൗൺഷിപ്പ് ഈ ഭാഗത്ത് ഉയരണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. അത് ദുരന്ത മേഖലയ്ക്കാകെ മാതൃകയാകാവുന്ന ഒരു നടപടിയായി ഇപ്പോൾ മാറുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ കാര്യത്തിലാകെ നമ്മുടെ നാം ഒറ്റക്കെട്ടായിരുന്നു. അതിന് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ ചർച്ച ചെയ്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളുമായിട്ടായിരുന്നു. അവരെ പൂർണ്ണമായി തന്നെ ആ ആശയം അംഗീകരിക്കും. ഇതിന്റെ ഭാഗമായി ഞങ്ങളൊരു പൊതു അഭ്യർത്ഥന നേരത്തെ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ സഹായിക്കാൻ തയ്യാറാണവരെല്ലാം സഹായിക്കാൻ തയ്യാറാകുന്നു. വലിയ സഹായം പലരും ഓഫർ ചെയ്യുന്നു. ചെറിയ സഹായവും കൂട്ടത്തിൽ ഓഫർ ചെയ്യുന്നു. ചില സാധനങ്ങൾ ഓഫർ ചെയ്യുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ഓഫറുകൾ സർക്കാരിന്റെ മുന്നിലേക്ക് എല്ലാം ചിട്ടയായി രേഖപ്പെടുത്തി. ഇതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തിയതിനു ശേഷം എല്ലാവരെയും കാണുന്ന നിലപാട് സ്വീകരിച്ചു. എല്ലാവരെയും ബന്ധപ്പെടുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോ ഒരനുഭവം വല്ലാത്ത ആവേശമുളവാക്കുന്ന അനുഭവമായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ 25 വീട് വാഗ്ദത്തം ചെയ്ത ഒരു സംഘടനയുണ്ടായിരുന്നു. ആ സംഘടന പിന്നീട് പറഞ്ഞത് ഞങ്ങൾ ഈ വീടിൽ ഒരു വീടിന് വേണ്ടി തരേണ്ടത് പണം അത്രയും നിശ്ചയിച്ചു. 20 ലക്ഷമാണ്. ചിലപ്പോൾ 20 ലക്ഷത്തിൽ അധികമാകാം, 20 ലക്ഷം കുറവാകാം. പക്ഷെ 20 ലക്ഷം രൂപ ഒരാൾ തരിക, അതിന് അവർക്കൊരു വീട് സംഭാവന ചെയ്ത് നടത്താം. ഇതാണ് സർക്കാർ വ്യക്തമാക്കിയത്. അങ്ങനെ വന്നപ്പോൾ ആ 25 വീട് നേരത്തെ ഓഫർ ചെയ്ത സംഘടന സമാധാനിച്ച പണമുണ്ട്. ആ പണം 25 വീടിലല്ല 100 വീട് കഴിയുമെന്ന് കണ്ടു. ആ സംഘടന ഡിവൈഎഫ്ഐ ആ പണം ഞങ്ങൾ ഏൽപ്പിച്ചു. ഇപ്പോ 100 വീട് നിർമ്മിക്കാനുള്ള പണം സർക്കാരിന്റെ കയ്യിൽ ഡിവൈഎഫ്ഐ എത്തിച്ചിരിക്കുന്നു. എത്ര മാതൃകാപരമായാണ് ആ കാര്യത്തിലൊക്കെ പണം സമാഹരിച്ചത് എന്നത് വേറൊരു ഭാഗമാണ്. ആസ്തി എത്ര വിലയുള്ളതാണ് എന്ന് കാണിക്കണം. ആസ്തി ശേഖരിച്ച് പണം സമാഹരിക്കും. അധ്വാനം വിറ്റ് അതിലൂടെ പണം സമാഹരിക്കും. പലതരത്തിലുള്ള ഇത്തരം മാതൃകാപരമായ നടപടികളിലൂടെയാണ് അവർ പണം സമാഹരിക്കുന്നത്. കർണാടക ഗവൺമെന്റ് 100 വീട് വാഗ്ദത്തം. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആ 100 വീടിൽ തന്നെ അവർ ഉറച്ചു നിർത്തുന്നു. ആ സഹായം നൽകുമെന്ന് കർണാടക സർക്കാർ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി അന്ന് രാഹുൽ ഗാന്ധിയാണ് 100 വീട് വാഗ്ദത്തം ചെയ്തത്. ആ 100 വീട് ഇപ്പോഴും അതേ നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക വാഗ്ദത്തങ്ങളും ശരിയായ രീതിയിൽ ഇവിടെ പാലിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നമ്മൾ കാണേണ്ടത് കാര്യം ഈ പറയുന്ന കുടുംബങ്ങളെ, ഈ ദുരന്തത്തിന് ഇരയായവരെ ശരിയായ രീതിയിൽ പുനരധിവസിപ്പിക്കുക, അവരുടെ സാമൂഹ്യ ജീവിതം ശരിയായ രീതിയിൽ
പുനഃസ്ഥാപിക്കുകയാണ്. ഈ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. അതിവേഗതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ തീരുമാനത്തോടെ അന്തിമമായി കഴിഞ്ഞു. ഒരു പ്രശ്നവും ഇപ്പോ തർക്കമായി കിടക്കുന്നില്ല. നല്ല വേഗതയിൽ സമയബന്ധിതമായി ആ വീടുകളെല്ലാം പൂർത്തിയാക്കി എല്ലാവരെയും അവിടെ പുനഃപ്രതിഷ്ഠിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോഴത്തെ നില. വയനാട്ടിൽ നടന്ന LDF റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. നാളെ എന്താണ് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നറിയില്ല. എന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് പ്രേക്ഷകർ കേട്ടതുമാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഒന്നാമത്തെ കാര്യം, കർണാടക സർക്കാർ വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് 100 വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അവർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി നേരത്തെ കത്തയക്കുകയും കർണാടക സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത മറുപടിയുമൊക്കെ നേരത്തെ മാധ്യമങ്ങളിൽ വന്നതാണ്. കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷവും സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ കേരള സർക്കാർ വേണ്ടത്ര അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് കർണാടക മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കർണാടക നൽകാൻ തീരുമാനിച്ച 100 വീടുകളെ കുറിച്ചുള്ള ചർച്ച കേരളത്തിൽ വന്നത്. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ വേണ്ടത്ര ഇടപെടുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവടക്കം പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്കും കത്തയക്കുന്നതും അതിൽ ഒരു ഉറപ്പ് വാങ്ങുകയും ചെയ്യുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാട് MP ആയിരുന്നു. അദ്ദേഹം 100 വീട് വാഗ്ദാനം ചെയ്തിരുന്നു. കോൺഗ്രസ് 100 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുകയും ചെയ്തിരുന്നു. 100 വീട് നിർമ്മിച്ച് നൽകണമെങ്കിൽ ഇന്നത്തെ കണക്ക് പ്രകാരം 20 കോടി രൂപ വേണം. 20 ലക്ഷം രൂപയാണ് ഒരു വീടിന്. 100 വീട് വെച്ച് നൽകാൻ 20 കോടി രൂപ വേണം, ഏറ്റവും ചുരുങ്ങിയത്. സർക്കാരിന് കൈമാറുകയാണ് ചെയ്യേണ്ടത്. സർക്കാർ ആ പണം ഉപയോഗിച്ച് അതിന് കൂടെ ചേർക്കണമെങ്കിൽ കൂടെ ചേർത്തും അല്ലാതെയും വീട് നിർമ്മിച്ച് നൽകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ DYFI 20 കോടി രൂപ സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു. 100 വീടിന്റെ നിർമ്മാണ ചെലവ് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചത് ആക്രി വിറ്റ് ഉണ്ടാക്കിയ പൈസയാണ്. 20 കോടി രൂപ 100 വീട് നിർമ്മിക്കാൻ DYFI നൽകുകയും ചെയ്തത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി 20 കോടി രൂപ നൽകുമോ എന്നതാണ്. 20 കോടി രൂപ നൽകാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ എന്നതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേരത്തെ ഒരു വാഗ്ദാനമുണ്ട്. പ്രളയകാലത്ത് 1000 വീട് വെച്ച് നൽകും എന്നാണ് അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന MM ഹസൻ പറഞ്ഞത്. അതിൽ ഒരു വീട് പോലും വെച്ച് നൽകിയിരുന്നില്ല. ഏതൊക്കെയോ സന്നദ്ധ സംഘടനകൾ നൽകിയ വീടുകൾ അത് ഞങ്ങളുടെ സന്നദ്ധ സംഘടനയാണ് എന്ന് പറഞ്ഞ് 1045 വീടുകളുടെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു KPCC. ഇത് വിവാദമായ ഘട്ടത്തിലൊക്കെ. പക്ഷേ 1000 വീടിന്റെ 4000 പോലും എത്തിയില്ല. എന്ന് വെച്ചാൽ KPCCയുടെ നേതൃത്വത്തിൽ ഒരു വീട് പോലും വെച്ച് നൽകിയിരുന്നില്ല. വാഗ്ദാനം ചെയ്തത് 1000 വീട്. ഇപ്പോഴിതാ കുറച്ച് ആശ്വാസമുണ്ട്. 100 വീട് മാത്രമേ വാഗ്ദാനം നൽകിയുള്ളൂ. ആ 100 വീട് നൽകുമോ? പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? 100 വീട് കോൺഗ്രസ് നിർമ്മിച്ച് നൽകുമോ? ആ പണം സർക്കാരിന് കൈമാറുമോ? ഇതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. കോൺഗ്രസ് നേതൃത്വം അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പറയുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനു വേണ്ടി വീണ്ടും ഒരു പിരിവ് നടത്തുമോ എന്ന സംശയം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ അത്തരമൊരു പിരിവ് നടത്തി വയനാട് ദുരന്തത്തിന് വേണ്ടി. ആ പിരിവ് നടത്തിയതിന് ചില വാർത്തകളൊക്കെ ഇടക്കാലത്ത് പുറത്തു വന്നിരുന്നു. വാർഡ് പ്രസിഡന്റുമാർ മുഖ്യതും മണ്ഡലം പ്രസിഡന്റുമാർ മുഖ്യതും ഒക്കെ. അത് അവിടെ തന്നെ പ്രാദേശികമായി തന്നെ തർക്കമായതും അങ്ങനെ വാർഡ് പ്രസിഡന്റിനെയും അതോടൊപ്പം മണ്ഡലം പ്രസിഡന്റുമാരെയും ഒക്കെ മാറ്റിയതും അച്ചടക്ക നടപടിയെടുത്തതും ഒക്കെ നാം കേട്ടതാണ്. എവിടെ പോയി ആ പണം എന്ന് വെച്ചാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ വിറ്റുപോലും കാശുണ്ടാക്കി പോക്കറ്റിലാക്കുന്നവരായി കോൺഗ്രസിന്റെ നേതാക്കൾ മാറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക്, വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് വീട് നിർമ്മിച്ചു നൽകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇനി കോൺഗ്രസ് നടത്താൻ പോകുന്ന വേറെ തട്ടിപ്പുണ്ട്. കർണാടക സർക്കാർ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ വീട് തന്നെയാണ് ഞങ്ങൾ
പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കർണാടക സർക്കാർ 100 വീട് വെച്ച് നൽകുന്നത്, അത് കോൺഗ്രസ് പറഞ്ഞതാണ് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെന്റാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ല വീട് നിർമ്മിച്ച് നൽകുന്നത്, സർക്കാരാണ് നൽകുന്നത്. അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ വീടായി മാറുന്നത്? അതെങ്ങനെയാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടാകുന്നത്? സർക്കാർ വേറെ, രാഷ്ട്രീയ പാർട്ടി വേറെ. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും, പക്ഷേ ഇവിടെ വീട് വെച്ച് നൽകുന്നത് കർണാടക സർക്കാരാണ്. അത് കോൺഗ്രസ് പാർട്ടിയല്ല. കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് അതുപോലെ നടപ്പാകുമോ, അതല്ല സർക്കാരിന്റെ കണക്കിലേക്ക് അതും കൂടി എഴുതി ചേർക്കാൻ ശ്രമിക്കുമോ, അതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാക്കുകൾ മാധ്യമങ്ങളിൽ വേണ്ടത്ര ചർച്ചയായിട്ടില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ നാളെ ഇക്കാര്യം സജീവ ചർച്ചയായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 100 വീടുകൾ എവിടെ? അതിന്റെ പണം സർക്കാരിന് നൽകുമോ? അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ 1000 വീട് അതുപോലെയാകുമോ ഈ 100 വീടും? വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് പിരിച്ച പൈസ അത് എന്ത് ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിന് നേരെ ഉയർന്നു വരും. വരും ദിവസങ്ങളിൽ അത് ചർച്ചയാവുകയും ചെയ്യും.